ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിൽ ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ ഓഫ് പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ഗിവൺ ബൈ ആർ PQ. Distance of the point P from the origin is same as the distance of the point Q from the origin is an equivalent relation. Further show that the set of all points related to point P not equal to 0, 0 is the circle passing through the point through P with origin as center. Okay. അതായത് എന്താ പറയുക, ഒന്നെങ്കിൽ P നോട്ട് ഈക്വൽ ടു 0, 0 ആയിട്ടുള്ള ഏതൊരു പോയിന്റും ഒറിജിനിൽ നിന്നും ഒരേ അകലത്തിലുള്ള ഡിസ്റ്റൻസിലുള്ള പോയിന്റുകളാണ് പറയുന്നത്. ആദ്യം നമുക്കതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നു, പിന്നെ അതൊരു സർക്കിളിന്റെ രൂപത്തിൽ നമുക്ക് തന്നു. അത്രേ ഉള്ളൂ. നമ്മൾ തെളിയിക്കേണ്ട എത്രയേ ഉള്ളൂ, അതായത് ഒറിജിനിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പോയിന്റുകളുടെ സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ റിലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഈക്വലന്റ് റിലേഷൻ ആണെന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ഈക്വലന്റ് ആണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ റിഫ്ലക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്, ഈ 3 എണ്ണം കിട്ടിയാൽ മതി നമുക്ക്. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം റിഫ്ലക്സീവ് ചെക്ക് ചെയ്യണം. നമ്മൾ തന്നിരിക്കുന്ന റിലേഷൻ ഞാൻ ഇവിടേക്ക് ഒന്ന് എടുത്ത് എഴുതി. PQ such that distance of the point P from the origin is same as the distance of the point Q from the origin. ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കിയിട്ടൊന്ന് എഴുതി കൂടെ. ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് P from the origin എന്നുള്ളതിന് ഒറിജിനെ നമ്മൾ O എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് OP എന്ന് എഴുതാം. ഈസ് സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ എന്നാണ്. ഓയിൽ നിന്നും ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് OQ എന്നെടുക്കാം. അപ്പോൾ OP ഈക്വൽ ടു OQ എന്ന് എഴുതാം. ഓക്കെ, distance from origin to P is equal to distance from origin to Q. ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ ചുരുക്കരൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനിൽ നിന്നുള്ളതിനെ നമ്മൾ OP എന്ന് എടുത്തു, ഒറിജിനിൽ നിന്നും ക്യൂയിലേക്കുള്ളതിനെ നമ്മൾ OQ എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് OP ഈക്വൽ ടു OQ എന്ന് കിട്ടും. ഈ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ബാക്കി ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ PQ സച്ച് ദാറ്റ് OP ഈക്വൽ ടു OQ, OP ഈക്വൽ ടു OQ കേട്ടോ. O മാറ്റിയിട്ട് Pയും Qയും സച്ച് ദാറ്റ് ആണ്. Pയും Q ആണ് അതിലെ എലമെന്റുകൾ. ഓക്കെ, ഇനി നമ്മൾ റിഫ്ലക്സിവിറ്റി ചെക്ക് ചെയ്യാൻ പോവാണ്. PP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പോയിന്റ്. ഓക്കെ, PP ഇതിലുണ്ട് എന്നുള്ളത് തെളിയിക്കണം. ഓക്കെ, എന്താ PP ഉണ്ടെങ്കിൽ നമുക്ക് വരേണ്ടത് OP ഈക്വൽ ടു OP എന്ന് കിട്ടണം. അപ്പം നമുക്ക് PP ഉണ്ടെന്ന് പറയാം. ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു P ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു P എന്ന് പറയുന്ന പോയിന്റിലേക്ക്, ഇപ്പോൾ 2 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്നും 2ലേക്കുള്ള അകലവും ഒറിജിനിൽ നിന്നും 2ലേക്കുള്ള അകലവും സെയിം ആയിരിക്കൂലേ, അല്ലേ? അപ്പോൾ OP ഈക്വൽ ടു OP എന്ന് കിട്ടും. അപ്പോൾ PP ബിലോങ്സ് ടു R എന്ന് കിട്ടും. അത് റിഫ്ലക്സീവ് ആണ്. ഇനി സിമ്മട്രിക് ആവണമെന്നുണ്ടെങ്കിൽ AB ഉണ്ടെങ്കിൽ BA വേണമെന്നാണ് കണ്ടീഷൻ. സിമ്മട്രിക് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു P, ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു Q, അതിനെ നമ്മൾ OP ഈക്വൽ ടു OQ എന്ന് എടുത്തു. അപ്പോൾ PQ ആ റിലേഷനിൽ ഉണ്ടെന്നല്ല അതിനർത്ഥം, അല്ലേ? ഇനി PQ ഉണ്ടെങ്കിൽ ആര് വേണം? QP വേണം. QP എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു Q, ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു P. ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു Q എന്ന് പറയുന്നത് OQ, ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു P എന്ന് പറയുന്നത് OP. അപ്പോൾ OQ ഈക്വൽ ടു OP ആണെന്നുണ്ടെങ്കിൽ QP ബിലോങ്സ് ടു R ആണ്. അപ്പോൾ PQ ഉണ്ട്, QP ഉണ്ട്. അപ്പോൾ അത് സിമ്മട്രിക് ആവും. ഇനി നമുക്ക് ട്രാൻസിറ്റിവിറ്റി നോക്കണം. ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു P, ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു Q. അപ്പോൾ OP ഈക്വൽ ടു OQ. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അപ്പോൾ PQ ബിലോങ്സ് ടു R ആയേ. ഇനി അടുത്തത് ഡിസ്റ്റൻസ് ഫ്രം Q ടു ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു Q, ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു S. അപ്പോൾ എങ്ങനെ കിട്ടുക? OQ ഈക്വൽ ടു OS എന്ന് കിട്ടും. ഓക്കെ, OQ ഈക്വൽ ടു OS എന്ന് കിട്ടും. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പോൾ OQയും OS വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക? QS ബിലോങ്സ് ടു R എന്ന് പറയാം. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 1, അപ്പോൾ ഇനി ഇക്വേഷൻ നമ്പർ 1ഉം 2 ഒന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നു. നോക്കിയാൽ OP ഈക്വൽ ടു OQ എന്നാണ്. OQ ആർക്കും ഈക്വൽ ആണ്? OSന് ഈക്വൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ OP ഈക്വൽ ടു OS എന്ന് വരൂലേ? ഓക്കെ, അപ്പോൾ OP ഈക്വൽ ടു OS എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനിൽ നിന്നും Pയിലോട്ടുള്ള അകലവും ഒറിജിനിൽ നിന്ന് Sലോട്ടുള്ള അകലവും. അപ്പോൾ PS എന്താവും? ബിലോങ്സ് ടു R ആവും. കേട്ടോ, അപ്പോൾ PQ ഉണ്ട്, QS ഉണ്ട്, PS ഉണ്ട്. PQ ഉണ്ട്, QS ഉണ്ട്, PS ഉണ്ട്. അപ്പോൾ ഈ റിലേഷൻ എന്താവും? ട്രാൻസിറ്റീവ് ആവും. അപ്പോൾ റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക് ആണ്,
ട്രാൻസിറ്റീവ് ആണ്. ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഈ റിലേഷൻ എന്ത് റിലേഷനാണെന്ന് നമുക്ക് പറയാം, ഇതൊരു ഇക്വലന്റ് റിലേഷൻ ആണെന്ന് പറയാം. ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഈക്വലന്റ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻ എന്താണ്, ഒരു ഈക്വലന്റ് റിലേഷൻ ആണ്. The given relation is reflexive, symmetric and transitive. Therefore, the relation is equivalence relation. Okay.